ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നാളെ എനിക്ക് 5 കോടിയുടെ നഷ്ടമാണ് ഉണ്ടാവാൻ പോകുന്നത്. 5 crores. എൻ്റെ ദൈവമേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്രിപ്റ്റോ ആയിട്ടുള്ള എന്ത് തരത്തിലുള്ള വീഡിയോസും പ്രോ ലെവൽ അനലിറ്റിക്കൽ തൊട്ടിട്ട് സാധാരണ എന്താണ് ക്രിപ്റ്റോ വരെ പഠിപ്പിക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ ഈ ചാനൽ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കാരണം ക്രിപ്റ്റോ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയാണ്. അതായത് കുറേ പേര് പുതിയതായി കയറി വരുന്നു, കുറേ പേര് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തവരുണ്ടായിരിക്കും. അപ്പോൾ ഒരു സാമ്പാർ രൂപത്തിലാണ് ഇരിക്കുന്നത്. അത് കാരണത്താൽ ഞാൻ മാക്സിമം എക്സ്പ്ലനേറ്ററി ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 28 ഫെബ്രുവരി എനിക്ക് 5 കോടിയുടെ നഷ്ടമാണ് വരാൻ പോകുന്നത്. അത് നമ്മുടെ പൈക്കോയിനിലാണ് എനിക്ക് നഷ്ടം വരാൻ പോകുന്നത്. ഞാൻ 2019 തൊട്ട് പൈക്കോയിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ എല്ലാവരും സഹായത്തിൻ്റെ കാരണത്താൽ എൻ്റെ കഷ്ടപ്പാടിൻ്റെയും റിസൾട്ടായിട്ട് ഏകദേശം ഒരു 28,000 to 29,000 പൈക്കോയിൻസ് നമുക്ക് മൈൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ഏകദേശം ഒരു 1200 കോയിൻസ് ആണ് എനിക്ക് സെല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിരുന്നത്. പക്ഷെ ബാക്കി ഏകദേശം 28,000 സംതിങ് കോയിൻസ് എനിക്ക് സെല് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു അൺവെരിഫൈഡ് ബോണസ് പറഞ്ഞ് കിടക്കാണ്. ഓക്കെ, അവർ നമ്മുടെ സപ്ലൈ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ പൈ നെറ്റ്വർക്കിൻ്റെ കമ്പനിക്കാർ സപ്ലൈ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് മെഷേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ലോക്കപ്പ് പീരീഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ KYC കംപ്ലീറ്റ് ചെയ്തതിൽ പാസ്വേഡ് മറന്നു പോകുന്നു, മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇൻ കേസ് എന്തെങ്കിലും നിങ്ങൾക്ക് സൊല്യൂഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ടയർ 1 കൺട്രീസിലായിരിക്കണം ഉണ്ടാവേണ്ടത്. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ പാസ്പോർട്ട് ഫോർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുള്ളൂ. അങ്ങനെ ഒരേ കുറേ തലവേദനകളുണ്ട് ഇപ്പോൾ പൈ നെറ്റ്വർക്കിൽ. ഓക്കെ, അറ്റ് ദി എൻഡ് ഓഫ് ദി റോഡ് ആയ കാരണത്താലും അത് സപ്ലൈ ലിമിറ്റ് ചെയ്യാൻ തന്നെയാണ്. ഇറ്റ്സ് എ ഗുഡ് യൂസേജ്. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലുള്ള ആൾക്കാർക്കാണ്, അതായത് എൻ്റെ അണ്ടറിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ റെഫറൻസ്, അതിൻ്റെ ഒരു പ്രോഫിറ്റ് എനിക്ക് നേടാനായിട്ട് സാധിക്കുമോ ഇല്ലത് വളരെയധികം സംശയത്തിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം പൈ നെറ്റ്വർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇത്ര റെഫറൻസിലും കൊണ്ടുവന്നിട്ടും എനിക്ക് അതിൻ്റെ ഒരു ബോണസും കിട്ടുന്നില്ല, അതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ദിസ് ഈസ് എ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ഡിസിഷൻസ് അവർക്ക് എടുക്കാം. സോ ഇറ്റ്സ് നോട്ട് അപ് ടു മീ, ഇറ്റ്സ് അപ് ടു ദം. അത് കാരണത്താൽ ഐ എം ഹെൽപ്ലെസ്. നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റണത് മാക്സിമം നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മൈൻ ചെയ്തിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ മൈൻ ചെയ്ത പൈ കോയിൻസ് നിങ്ങൾക്ക് സെൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് കഷ്ടപ്പെട്ട് ഞാൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും റെഫറൽ ബോണസ് എനിക്കും സെൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വിൻ ടു വിൻ റേഷ്യോയിൽ നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ദർ ആർ ലോട്ട് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. പാസ്പോർട്ട് അറിയണം, വാലറ്റ് അഡ്രസ്സ് അറിയണം, പാസ് ഫ്രേസ് അറിയണം, KYC കംപ്ലീറ്റ് ചെയ്യണം, മെയിൻ ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഒരുപാട് നൂലമാലകളുണ്ട്. പക്ഷേ വെറുതെ കിട്ടുന്ന കോയിൻസാണ്. അത് കാരണത്താൽ കുറച്ചുകൂടി കഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകാനായിട്ട് സാധിക്കും. അപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ടിരിക്കുക. പൈക്കോയിന് നല്ലൊരു ബൈ പ്രഷർ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ. സോ ഇറ്റ്സ് എ റിയലി ഗുഡ് സൈൻ. പക്ഷെ അത് എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ I'm being so speculative regarding Pycoin. കൺസർവേറ്റീവ് അപ്രോച്ചാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു 90 കോയിൻസ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ സെൽ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു 100 കോയിൻസ് ആണ് എൻ്റെ ഇരിക്കേണ്ടത്. ലാഡർ ഔട്ട് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഒരു 5 കോടി നാളെ എൻ്റെ കയ്യിൽ നിന്ന് പോകും. എനിക്ക് അതിൽ കൈയടത്താനോ ഒന്നിനൊരു വഴിയില്ല. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റ് നല്ലൊരു ബൂം പീരിയഡിലോട്ട് കടക്കാൻ പോവുകയാണ്. കാരണം മാർക്കറ്റ് മേക്കേഴ്സ്, ഞാനൊക്കെ ഒരു മാർക്കറ്റ് മേക്കറാണ്. ദാറ്റ്സ് എ കംപ്ലീറ്റ് ഡിഫറെൻറ്റ് ടോപ്പിക്. ആ കാരണത്താൽ നമ്മുടെ മാർക്കറ്റ് അപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. സോ സ്റ്റേ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് എൻ്റെ ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ ജോയിൻ ദം ആൻഡ് പുട്ട് ഇൻ ദ ഗ്രൂപ്പ് ആൻഡ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. സോ ദിസ് ഇസ് ദർശൻ സൈനിങ് ഓഫ്. പീസ് ഔട്ട്. 5 കോടി ഗൈസ് പോയി.